ഹായ്, ഇന്ന് അന്താരാഷ്ട്ര ലെവലിൽ ഏതൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും അതിൽ ഇന്ത്യയുടെ പ്രസൻസ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ആണ്. കാരണം അത്രമാത്രം ഡോമിനൻസ് ആണ് ഇന്ന് ഇന്ത്യ അന്താരാഷ്ട്ര ലെവലിൽ കാണിക്കുന്നത്. അതായത് ഇന്ന് ഏതൊരു പൊസിഷൻ എടുക്കുകയാണെങ്കിലും, അതായത് എക്കണോമി വൈസ് ആയിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു പൊസിഷൻ എടുക്കുകയാണെങ്കിലും ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 രാജ്യങ്ങൾ എന്തായാലും ഇന്ത്യയുടെ പേര് ഉണ്ടാവും. അപ്പോൾ അത്രമാത്രം വലിയ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ. അപ്പോൾ എക്കണോമി വൈസിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടോപ്പ് 1-ൽ അമേരിക്ക, അതിനടുത്ത് ചൈന, അതിനടുത്ത് ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ എന്ന് പറയുന്ന 5 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അടുത്ത 2047 ആകുമ്പോൾ തന്നെ ഇന്ത്യ ഏകദേശം 3ാമത്തെ പൊസിഷനിൽ, അതായത് 2027 തന്നെ എത്തും എന്നാണ് പല പ്രഡിക്ഷൻസിലും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വളരുന്നതുകൊണ്ട് തന്നെ അടുത്ത സൂപ്പർ പവർ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് പലരുടെയും മനസ്സിലുള്ളത്. അതായത് ഒരു കാലഘട്ടത്തിൽ അമേരിക്കനെ കടന്ന് ഇന്ത്യയും ചൈനയും മുന്നേറും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് ആദ്യം ആരായിരിക്കും എന്നുള്ളതിൽ മാത്രമാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അടുത്ത എല്ലാവരുടെയും ചോദ്യമാണ്, അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും പലതരത്തിലുള്ള പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യ വളരുന്നുണ്ടെങ്കിലും ചൈനയുടെ അത്ര വളർന്നിട്ടില്ല എന്നാണ് പല പ്രഡിക്ഷൻസിലും വരുന്നത്. അതായത് അവരുടെ ഡിഫൻസ് സെക്ടർ വളരെ സ്ട്രോങ് ആണ്, അവർക്ക് വെൽ അഡ്വാൻസ്ഡ് വെപ്പൺസ് ഉണ്ട്, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും ചൈന ഇപ്പോൾ ഇന്ത്യൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും ഒരു യുദ്ധം വരുമോ എന്ന് പലർക്കും ഒരു സംശയം വരും. അപ്പോൾ ഇതിനെ കുറച്ച് എരിവ് പിടിക്കാൻ വേണ്ടി ചൈന ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കാറുണ്ട്. അതായത് അരുണാചൽ പ്രദേശ് അവരുടെ സ്ഥലമാണെന്ന് പറയുന്നു, അതുപോലെ തന്നെ ലഡാക്കിൽ കുറേ പ്രശ്നമുണ്ടാക്കുന്നു. ഇങ്ങനെ കുറേയധികം ക്ലാഷസ് ഇന്ത്യയും ചൈനയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കേസ്, അതായത് ഇന്ത്യയും ചൈനയും ഒരു യുദ്ധം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു വാറായി തന്നെ കരുതപ്പെടുന്നു. കാരണം അത്രയും വലിയ സൂപ്പർ പവറാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഇങ്ങനൊരു യുദ്ധം വരികയാണെങ്കിൽ ചൈനയെ വീഴ്ത്താൻ നമുക്ക് അത്ര വെൽ അഡ്വാൻസ് വെപ്പൺസ് ഒന്നുമില്ല. പക്ഷേ ചൈനയെ വീഴ്ത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ആയുധം തന്നെയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് മലാക്ക. അതായത് ചൈനയുടെ ഫുൾ എക്കണോമിയും അതുപോലെ തന്നെ അവരുടെ ഡിഫൻസ് എല്ലാം തന്നെ താഴെ വീഴ്ത്താൻ വേണ്ടി ഒരു ചെക്ക് പോയിന്റ് ആണ് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുള്ളത്. അതാണ് സ്റ്റേറ്റ് ഓഫ് മലാക്ക. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇന്ത്യയുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ചൈന ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ തന്നെ ഭയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്കും ഏറ്റവും വലിയൊരു പോസിറ്റീവായി കരുതപ്പെടുന്നതാണ് ഈ സ്റ്റേറ്റ് ഓഫ് മലാക്ക. അപ്പോൾ ഈ ഒരു സ്ഥലം എത്രമാത്രം എഫക്റ്റീവായിട്ട് ഇന്ത്യൻ നേവിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നോ അത്രത്തോളം വർഷം ഇന്ത്യയുടെ ഡോമിനൻസ് ചൈനയുടെ മേത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് സ്റ്റേറ്റ് ഓഫ് മലാക്ക, ഇതിലൂടെ ചൈനയെ എങ്ങനെയാണ് ഇന്ത്യ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ചൈനയ്ക്ക് ഇത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ഇന്ത്യനെ ത്രട്ടൻ ചെയ്യാൻ പറ്റുമോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് 2 പോയിന്റ് മാത്രം പറയാണ്ട്. അതായത് ഒന്നാമത്തെ നമ്മുടെ തംബ്നെയിൽ ഒരു മേജർ ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഒരു അവതാർ പോലത്തെ ഒരു പുതിയ ഒരു ഫോട്ടോ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ ചാനലിൻ്റെ വീഡിയോ തന്നെയാണ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിനെല്ലാം വളരെയധികം ലൈക്സ് കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് ചെയ്ത് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അത് ചേഞ്ചസ് വരുത്തുന്നതാണ്. ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്നതും സീ റൂട്ടിലൂടെയാണ്. അതായത് കടൽ മാർഗത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ട്രേഡും നടക്കുന്നത്. അപ്പോൾ ഈ കടൽ മാർഗം ഏത് രാജ്യമാണോ കൂടുതലും ഡോമിനൻസ് ചെയ്യുന്നത് ആ രാജ്യമായിരിക്കും അടുത്ത സൂപ്പർ പവർ ആവുക എന്നുള്ള കാര്യം എല്ലാ രാജ്യങ്ങൾക്കും പൊതുവെ അറിയുന്നതാണ്. അപ്പോൾ കടൽ മാർഗം ഡോമിനൻസ് ചെയ്യാൻ വേണ്ടി ഒരു 7 സ്ഥലങ്ങളാണ് കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്, അതുപോലെ തന്നെ ബാൽബൻ മാൻഡിയ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മലാക്ക, ദ ഡാനിഷ് സ്ട്രേറ്റ്, ടർക്കിഷ് സ്ട്രേറ്റ്, അതുപോലെ തന്നെ കേപ്പ് ഓഫ് ഗിബ്രാൾട്ടർ, അതുപോലെ തന്നെ സൂയിസ് കനാൽ, പനാമ കനാൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്ത് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വാർ നടക്കുമ്പോൾ തന്നെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ഈ സൂയസ് കനാലാണ്. അതായത് ഹൗദി ഇവിടെ കൂടുതലും ഡോമിനൻസ് എടുക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്കയ്ക്കും UK-ക്കും എല്ലാം വലിയ പ്രശ്നമായി കരുതുന്നതാണ്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഓരോ സ്ട്രേറ്റും. അതിൽ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു സ്ട്രേറ്റ് ആണ്, അതായത് ഇത് സ്ട്രേറ്റ് ഓഫ് മലാക്ക. അതായത് ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു സ്ഥലം ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, അതായത് സെൻട്രൽ ഏഷ്യയിലോട്ട് പോകുന്ന ആ ഒരു സ്ഥലത്താണ് ഈ സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഉള്ളത്. അതായത് വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് ഏതൊരു ട്രേഡ് ഈസ്റ്റ് ഏഷ്യയിലോട്ട് പോകുകയാണെങ്കിൽ അതിൽ ഏകദേശം 40% ട്രേഡും ഈ ഒരു സ്ട്രേറ്റ് ഓഫ് മലാക്കയിലൂടെയാണ് ഈസ്റ്റ് ഏഷ്യയിലോട്ട് പോകുന്നത്. അതായത് ചൈന
ചൈനയിലും അങ്ങോട്ടുള്ള എല്ലാ രാജ്യത്തോട്ടും ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം വളരെ ചെറിയൊരു വിത്ത് മാത്രമേ ഉള്ളൂ. അതായത് 1.7 മൈൽ മാത്രമോ ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഉള്ളൂ. അപ്പോൾ അത്രയും ചെറിയൊരു സ്ഥലത്തൂടെയാണ് ഈ ലോകത്തുള്ള ഒരു ദിവസം മാത്രം ഏകദേശം 300 കപ്പലുകളും അതുപോലെ തന്നെ 16 മില്യൺ ക്രൂഡ് ഓയിൽ ബാരലുകളുമാണ് ഈ ഒരു സ്ഥലത്തൂടെ ഒരു ദിവസം മാത്രം പോകുന്നത്. അതായത് ഏകദേശം 61% ട്രാൻസ്പോർട്ട് ഈസ്റ്റ് ഏഷ്യയിലോട്ട് പോകുന്നത് ഈ ഒരു സ്ഥലത്തൂടെയാണ്. അതായത് 100%-ൽ 61% ഈ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് ഫുള്ളായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ബ്ലോക്ക് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റുകയാണെങ്കിൽ ഇന്ത്യക്ക് ഫുള്ളായിട്ടും, അതായത് ഈസ്റ്റ് ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളും പെടും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ചൈനയ്ക്ക് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നവുമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതായത് 61%. അതിൽ ചൈനയുടെ പെർസെൻറ്റേജ് എടുത്തു നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഒരു ദിവസം വരുന്ന ചരക്കുകൾ ഏകദേശം 78% ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തൂടെയാണ് വരുന്നത്. ഈ ഒരു ചെറിയ സ്ഥലത്തൂടെയാണ് ചൈനയ്ക്ക് അവിടെ സാധനങ്ങളെല്ലാം എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇന്ത്യയും ചൈനയും ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും കൂടെ ചേർന്നിട്ട് ഈ ഒരു സ്ഥലം ഫുള്ളായിട്ടും കൺട്രോൾ എടുക്കുകയാണെങ്കിൽ അന്ന് തൊട്ട് ചൈനയുടെ ഒരു എക്കണോമി രീതിയിലും അതുപോലെ തന്നെ ആർമി എല്ലാ രീതിയിലും അവർ കൊളാപ്സ് ആവും. ഇത് ചൈനയ്ക്കും നല്ലവണ്ണം അറിയാം. ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി അവരും കുറേ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ലാസ്റ്റായിട്ട് നോക്കാം. അതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇന്ത്യയുടെ കൺട്രോൾ വരുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ അതായത് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിന് മുമ്പാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ് ഉള്ളത്. അതായത് ഇന്ത്യയുടെ സ്വന്തമായ ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ് ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുൾ കൺട്രോളും ഇന്ത്യൻ നേവിയുടെ കയ്യിലാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ കയ്യിൽ വരുന്നതുകൊണ്ട് തന്നെ ഒന്നാമത്തത് ഈ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓഷ്യനായി കരുതപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യൻ ഓഷ്യൻ. കാരണം അത്രമാത്രം സീ റൂട്ട്, അതായത് ട്രേഡാണ് ഇതിലൂടെ നടക്കുന്നത്. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറും ഇന്ത്യൻ നേവിയുടെ കയ്യിൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഫുള്ളായിട്ടും കൺട്രോൾ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തോട്ട് ഒരു കപ്പലും പോകാത്ത വിധം ഇന്ത്യൻ നേവിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ചൈനയ്ക്ക് പോകുന്ന ക്രൂഡ് ഓയിലെല്ലാം തന്നെ ഇന്ത്യൻ നേവിക്ക് ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ക്രൂഡ് ഓയിൽ വരാതെ ആവുമ്പോൾ ചൈനയുടെ എക്കണോമി വലിയ രീതിയിൽ ഡൗൺ ആവും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവരുടെ എല്ലാ ഫംഗ്ഷനും, അതായത് മിലിറ്ററിക്ക് ആണെങ്കിലും ക്രൂഡ് ഓയിലെല്ലാം ഇമ്പോർട്ടൻറ്റ് ഒരു സോഴ്സസ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ക്രൂഡ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് അവരുടെ വെപ്പൺസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവരൊന്ന് ബ്ലോക്ക് ആവും. അപ്പോൾ ചൈനയ്ക്ക് ഈ ഒരു ചെക്ക് പോയിന്റ് നല്ലോണം അറിയുന്നതുകൊണ്ട് തന്നെ ചൈന ആൾട്ടർനേറ്റീവ് സോഴ്സ്, അതായത് ഇതിന് പകരം വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് ചൈന കുറേ വർഷങ്ങളായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ചൈന കുറച്ച് സോഴ്സസ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഓസ്ട്രേലിയ വഴി പോകുന്നത്, അതായത് ഈ ഒരു സീ റൂട്ട് മൊത്തമായിട്ടും ഉപേക്ഷിച്ചിട്ട് ഓസ്ട്രേലിയ വഴി ചുറ്റിക്കറങ്ങി വരിക. പക്ഷേ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യുകയാണെങ്കിൽ ചൈനയ്ക്ക് എന്താ വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൈം, അതായത് ഒരു ക്രൂഡ് ഓയിൽ അവിടെ എത്തിച്ചേരാനുള്ള ടൈം കൂടുതലായിട്ടും പിടിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ചിലവുകളും ചൈനയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ എക്കണോമി വലിയ രീതിയിൽ പ്രശ്നമാവുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ചൈന നോക്കുന്നത് ലാൻഡ് റൂട്ട് വഴി എങ്ങനെയും കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് വേറെ രാജ്യത്തിലൂടെ ലാൻഡ് റൂട്ട് വരുമ്പോൾ ഇന്ത്യൻ ആർമിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് മ്യാൻമാർ കൊറിഡോറും അതുപോലെ തന്നെ പാകിസ്ഥാൻ കൊറിഡോറും. അപ്പോൾ കൊറിഡോർ ഓഫ് മ്യാൻമാർ വെച്ചിട്ട് ചൈന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് പൈപ്പ് ലൈൻ വെച്ചിട്ട് അതിലോട്ട് ക്രൂഡ് ഓയിൽ പോകുന്നത്, അതായത് മ്യാൻമാറിലൂടെ ആ ഒരു പൈപ്പ് ലൈൻ വെച്ച് അവരുടെ രാജ്യത്തോട്ട് ക്രൂഡ് ഓയിൽ എത്തിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു പ്രശ്നം ചൈന നേരിടുന്ന എന്താണെന്ന് വെച്ചാൽ അതായത് മ്യാൻമാറിൽ കുറേയധികം മൗണ്ടൻസ് ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ വലിയ വലിയ മലയെല്ലാം തന്നെ അവർക്ക് തുറന്ന് അതിൻ്റെ അപ്പുറത്തോട്ട് പൈപ്പ് ഇടേണ്ടി വരുന്നു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേയധികം പ്രശ്നങ്ങൾ വരുന്നു. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ മര്യാദയ്ക്ക് വർക്കാവുന്നില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും ചൈന ഇതിൽ നേരിടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് കൊറിഡോർ ഓഫ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലവും, അതായത് പാകിസ്ഥാനിലും കുറേയധികം ടെറൈൻസ് മൗണ്ടൻസ് എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിലൂടെയും പൈപ്പ് ലൈൻസ് എടുത്തു വരുന്നത് ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ്. അതേപോലെ തന്നെ ചൈന മറ്റൊരു രീതിയിൽ നോക്കുന്നതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അതായത് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ കുറേയധികം, അതായത് വെസ്റ്റ് ഏഷ്യ അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യ അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസ് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ചൈനയുടെ ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവാണ് അതായത് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ചൈന ഈ ഒരു റോഡ് ഇനിഷ്യേറ്റീവ് എടുത്ത പല രാജ്യങ്ങളും ഇന്ന് എക്കണോമി ഡൗൺ ആവുന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലോട്ട് ചേരാൻ തന്നെ മടിക്കുന്നു. അപ്പോൾ ഇതും വലിയ രീതിയിൽ സക്സസ് ആവാൻ ചൈനയ്ക്ക് രീതി ഇല്ല എന്ന് ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തൂടെ ചൈനയ്ക്ക് ഒരു ദിവസം ഒരു ബാരൽ കൊണ്ടുപോകുക എന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഏകദേശം $2 വരെയാണ് അവർക്ക് ചിലവ് വരുന്നത്. പക്ഷേ ചൈന
ചൈന ഈ ഒരു റോഡ് ഉപേക്ഷിച്ചിട്ട് മ്യാൻമർ വഴി പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ $5 to $6 വരെ അവിടെ വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാൻ വഴിയാണ് ഓയിൽ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഏകദേശം $15 ആയിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിലവ് കൂടുന്നതുകൊണ്ട് തന്നെ അത് എക്കണോമിക്ക് വലിയ രീതിയിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് വേറെ വഴിയില്ലാതെ ഈ ഒരു സ്ഥലം തന്നെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ചൈന ഇന്ത്യനെ ഏത് സമയം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഭയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റും നല്ലോണം അറിയുന്നതുകൊണ്ട് തന്നെയാണ് അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡമാൻ നിക്കോബാറിൽ കൂടുതലായിട്ടും ആർമി ബേസും അതുപോലെ തന്നെ നേവൽ ബേസ് എല്ലാം തന്നെ ഇൻക്രീസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അപ്പോൾ ഇതേപോലത്തെ എക്കണോമി രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.